ദുരന്തഭൂമിയിലെ 8ാം ദിനത്തിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കാണാതായവർക്കായി ചൂരൽമലയിലും മുണ്ടക്കയിലും ഇന്ന് നടത്തിയത് വ്യാപക തെരച്ചിൽ. നാളെയും തെരച്ചിൽ തുടരും. 8ാം ദിനത്തിലും സൈന്യത്തിനൊപ്പം NDRFും സന്നദ്ധ സംഘടനകളും തെരച്ചിലിനുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. നാളെ ഏത് രീതിയിലാകും പരിശോധന? പ്രത്യേകിച്ചും ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ടാകുമോ? തീർച്ചയായും നയന, നാളെയും പരിശോധന വ്യാപകമായി തന്നെ തുടരാനാണ് ഇപ്പോൾ ഉപസമിതി അടക്കം എടുത്തിരിക്കുന്ന തീരുമാനം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇവിടുത്തെ പരിശോധന അവസാനിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിന് മുകളിലേക്ക് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചു. നാളെ വീണ്ടും പരിശോധന രാവിലെ പുനരാരംഭിക്കും. പ്രധാനമായും ഇന്ന് ചൂരൽമലയിൽ 2 JCBകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ആഴത്തിൽ മണ്ണ് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ആ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് ഇന്ന് പ്രധാനമായും ചൂരൽമലയിലെ ഈ നദിയുടെ ഭാഗത്ത് നടത്തിയത്. മുണ്ടക്കയിലും ഇത്തരത്തിലുള്ള പരിശോധന, മുണ്ടക്കയിലും പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ JCB ഉപയോഗിച്ച് തന്നെ പരിശോധന നടത്തി. കൂടുതൽ ആൾക്കാർ ഏതെങ്കിലും ഭാഗത്ത് കുടുങ്ങി കിടപ്പുണ്ടോ എന്ന ഒരു തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരാൾക്കാരും ഇതിനിടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിരീക്ഷണത്തിന്റെ, എന്നൊരു വിലയിരുത്തലിന്റെ കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ തുടർന്നു വരുന്നത്. പ്രധാനമായും ഈ പരിശോധനയിൽ ഇപ്പോൾ ദുഷ്കരമായി നിൽക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഇതിൽ എല്ലാ മേഖലകളിലും ഈ പരിശോധനാ സംഘം ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ദുർഘടമായിരുന്ന ചില പ്രദേശങ്ങൾ, അത് ഈ സൺറൈസ് വാലി പോലെയുള്ള പ്രദേശങ്ങൾ, പോത്തുകൾ, ചാലിയാറിന്റെ തീരത്തെ വന മേഖലകൾ, ഇവിടെ ഒക്കെ പരിശോധന ഒരു ഘട്ടത്തിൽ ദുർഘടമായിരുന്നു. അത്തരം മേഖലകളിൽ കൂടുതൽ പരിശോധന കാര്യക്ഷമമായി തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ഇത്തരത്തിലുള്ള പരിശോധന തുടരാനാണ് സാധ്യത. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. നാളെ ഉപസമിതി ചേർന്നായിരിക്കും പരിശോധന ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിലടക്കം തീരുമാനമുണ്ടാക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 ദിവസം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. വളരെ വ്യാപകമായ പരിശോധന തന്നെ ഈ ഘട്ടങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പരിശോധന ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം? ഇപ്പോൾ ഇതുവരെ നടത്തിയ പരിശോധന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന സാഹചര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. 8 നാൾ പിന്നിട്ട സാഹചര്യത്തിൽ ഇനി പരിശോധന ഒരു വശത്ത് നടക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും സർക്കാർ മുൻതൂക്കം നൽകുന്നുണ്ട്. അതനുസരിച്ചുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും ഈ ചൂരൽമല, മുണ്ടക്കൈ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ വലിയ രീതിയിൽ തന്നെ ഈ ടൗൺ ആകെ ചെളി അടിഞ്ഞുകൂടി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റി ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരണം, അവരെ തിരിച്ച് കൈപിടിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി നടത്തേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ കൂടി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. എന്തായാലും ഇന്നത്തെ പരിശോധന ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും വളരെ വ്യാപകമായി തന്നെ പരിശോധന നടത്താനാണ് തീരുമാനം. നയന, ശരി. ദുരന്തഭൂമിയിലെ 8ാം ദിനത്തിലെ തെരച്ചിലാണ് ഇന്ന് അവസാനിപ്പിച്ചത്. കാണാതായവർക്കായി ചൂരൽമലയിലും മുണ്ടക്കയിലും അടക്കം ഇന്ന് വ്യാപകമായ തെരച്ചിൽ നടന്നിരുന്നു. നാളെയും ഇത്തരത്തിലുള്ള തെരച്ചിൽ വ്യാപകമായി തന്നെ തുടരുമെന്നാണ് ചന്തു ചന്ദ്രശേഖർ റിപ്പോർട്ട് ചെയ്തത്.